ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും സത്യമാണോ? നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ആകർഷിക്കാൻ സാധിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ എക്സ്പീരിയൻസ് തരാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മുതിരുന്നത്. അതിനു മുമ്പ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫിലോസഫിയാണ്, ഒരു തത്വദർശനമാണ്. സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്തത് കാരണം ശാസ്ത്രലോകം ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നു. അതിന് കാരണം ദ സീക്രട്ട് എന്ന പുസ്തകത്തിലും സിനിമയിലും ലോ ഓഫ് അട്രാക്ഷനെ അവതരിപ്പിക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. പോസിറ്റീവ് തിങ്കിങ്, വിഷ്വലൈസേഷൻ, എഫമേഷൻ, ഗോൾ മാനിഫെസ്റ്റേഷൻ ഇവയ്ക്കെല്ലാം അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻസ്, നടപടികൾ, ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പറയാതിരിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഫിലോസഫി ഒരു അത്ഭുതമായി തോന്നാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു അത്ഭുതവുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം അതിൽ പ്രകൃതിക്ക് നിരക്കാത്തതായ ഒന്നും തന്നെയില്ല എന്ന്. മറിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വാഭാവികമായി നമ്മുടെ ജീവിതം ഫലവത്താകും. അതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേര് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അത് ആ പേര് കൊണ്ട് വിളിച്ചില്ലെങ്കിലും കാര്യങ്ങൾ നടന്നിരിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, റിസൾട്ട്സ് കാണുന്നത്. ശരിയാണ്, മനസ്സിന് വലിയ പങ്കുണ്ട്, പോസിറ്റീവ് തിങ്കിങ്ങിന് വലിയ പങ്കുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായി നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് ആകർഷിക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ കൂടുതലും പോസിറ്റീവായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് ആകർഷിക്കുക. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ജോസഫ് മർഫി പറയുന്നുണ്ട്, യുവർ എൻവയറോൺമെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ കണ്ടീഷൻ ആർ ദ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് യുവർ ഹാബിച്വൽ തിങ്കിങ് എന്ന്. നിങ്ങളുടെ ചുറ്റുപാടും സാമ്പത്തിക അവസ്ഥയും നിങ്ങളുടെ ഹാബിച്വൽ ആയിട്ടുള്ള തിങ്കിങ്ങിൻ്റെ റിഫ്ലക്ഷനാണ്. അതായത് നിങ്ങളുടെ പതിവായ ചിന്തകളുടെ പ്രതിഫലനമാണ് എന്ന്. അപ്പോൾ നിങ്ങൾ കൂടുതലായും മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറിയാൽ മതി. ഇതിനെക്കുറിച്ച് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, വെൻ നെഗറ്റീവ് ഓർ ഹാംഫുൾ തോട്ട്സ് ഡിസ്റ്റർബ് ദ മൈൻഡ് they can be overcome by constant pondering over their opposites എന്ന്. വിതർക്കബാധനെ പ്രതിപക്ഷ ഭാവനം എന്നതാണ് സൂത്രം. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൻ്റെ ഏതൊരു ആസ്പെക്റ്റാണ് മാറ്റാൻ താല്പര്യമുള്ളത് അതിൽ കൂടുതലായും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാമ്പത്തികമായ വർധനവ് മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. പലർക്കും സംശയമാണ് എങ്ങനെയാണ് മനസ്സുപയോഗിച്ച് ശരീരത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്നത്. ഇത്രയും മനസ്സിലാക്കുക, യുവർ മൈൻഡ് ഇസ് എ വെരി പവർഫുൾ ഫോഴ്സ്. വെൻ യു ഡിറക്റ്റ് യുവർ മൈൻഡ് അറ്റ് യുവർ ബോഡി ഇൻ എ സർട്ടൺ മാനർ, യുവർ ബോഡി റെസ്പോൺസ്. നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മനസ്സുകൊണ്ട് ശരീരത്തെ സ്വാധീനിച്ചാൽ ശരീരം മാറിത്തുടങ്ങും, സംശയമില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സ്പീരിയൻസിലൂടെ ഞാനിതിവിടെ സമർത്ഥിക്കാം. നിങ്ങളെന്താ വേണ്ടത്? ഇടതേ കൈയിൻ്റെ കൈപ്പത്തിയുടെ താഴെയുള്ള വരയുണ്ടല്ലോ, ഇവിടെ താഴെ ഒരു വരയുണ്ടല്ലോ, ഈ വര ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വലതേ കൈയിലും കൈപ്പത്തിയുടെ താഴെ ഇവിടെ ഒരു വരയുണ്ടായിരിക്കും അല്ലേ? ഈ രണ്ട് വരകളും ഒന്ന് ചേർത്ത് പിടിച്ചോളൂ, ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചോളൂ. യെസ്. എന്നിട്ട് കൈപ്പത്തികൾ അടയ്ക്കുക. ശേഷം ഏത് കൈക്കാണ് കൂടുതൽ നീളമുള്ളത് എന്ന് നോക്കുക. ഏത് വിരലിനാണ് കൂടുതൽ നീളമുള്ളത് എന്ന് നോക്കുക. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു 1/2 മില്ലിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇടതേ കൈയിലാണ് നീളമുള്ളത് വെച്ചാൽ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വലതിലേക്ക് നോക്കുക. വലതേ കൈയിലാണ് കൂടുതൽ നീളമുള്ളത് വെച്ചാൽ അത് മാറ്റുക, ഇടതിലേക്ക് നോക്കുക. ഇനി രണ്ട് കൈക്കും ഒരേ നീളമാണ്, ഈക്വൽ ലെങ്ത് ആണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കൈ മാറ്റി വെച്ചോളൂ, മറ്റേ കൈയിലേക്ക് നോക്കുക. എന്നിട്ട് ഈ കൈയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് പറയുക, മൈ ഹാൻഡ്സ് ആർ ഗെറ്റിംഗ് ലോങ്കർ ആൻഡ് ലോങ്കർ. എൻ്റെ ഈ കയ്യിലെ വിരലുകൾ നീളം കൂടിക്കൊണ്ടിരിക്കുന്നു. മൈ ഹാൻഡ്സ് ആർ ഗെറ്റിംഗ് ലോങ്കർ ആൻഡ് ലോങ്കർ. ഈ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് എനർജി കൊടുത്തുകൊണ്ട് പറയുക, മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് ലോങ്കർ ആൻഡ് ലോങ്കർ. എൻ്റെ ഈ കയ്യിലെ വിരലുകൾ നീളം കൂടിക്കൊണ്ടിരിക്കുന്നു. ഫീൽ ഇറ്റ് നൗ ആൻഡ് വിഷ്വലൈസ്. മനസ്സുകൊണ്ട് കാണുക ഈ കയ്യിലെ വിരലുകൾ നീളം കൂടുന്നതായി. ഓൾറൈറ്റ്, വെരി ഗുഡ്. ഇനി രണ്ട് കൈയും വീണ്ടും ഇതുപോലെ തന്നെ ചേർത്ത് വെച്ചോളൂ. എന്നിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കൂ.
അല്പമെങ്കിലും നീളം കൂടിയില്ലേ? അത്ഭുതമാണല്ലേ? ഈ അത്ഭുതം നിങ്ങൾ കാണാനിടയായാൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എൻ്റെ വിരലിന് നീളം കൂടിയിട്ടുണ്ട് എന്ന്. ഓൾ റൈറ്റ്, ഇനി ഈ കൈയൊന്ന് കുടയുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് പറയുക മൈ ഫിംഗേഴ്സ് ഗോ ബാക്ക് ടു നോർമൽ. പഴയ സൈസിലേക്ക് വീണ്ടും പോകുന്നു. മൈ ഫിംഗേഴ്സ് ഗോ ബാക്ക് ടു നോർമൽ. മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക നോർമൽ സൈസിലേക്ക് എത്തുന്നതായി. വെരി ഗുഡ്. വീണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ. സെയിം ആയില്ലേ? ഇത് അത്ഭുതമാണല്ലേ? സത്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു സജഷൻ കൊടുക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിന്. നിങ്ങളുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു. ഇത്രയും ആലോചിച്ചോളൂ. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നവരാണല്ലേ? പുറം വേദന, കാലിന് വേദന, കൈക്ക് വേദന, തലവേദന, ഇങ്ങനെ സാധാരണ കംപ്ലൈൻറ്റ് പറയാറില്ലേ? ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ശരീരഭാഗത്തേക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു സജഷനാണ് ഇത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ആ ശരീരഭാഗം റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായി. പോസിറ്റീവായിട്ടുള്ള സജഷൻസ് കൃത്യമായി ശരീരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം സുഖപ്പെടും. അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർത്തരുത്. കൂടെ പോസിറ്റീവ് സജഷൻസ് കൊടുക്കുക. ഞങ്ങൾ സാധാരണയായി ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടൂളുകൾ ഓൺലൈൻ കോഴ്സുകളിലൂടെ പകർന്നു കൊടുക്കുന്നുണ്ട്. 3 ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്: ഹെൽത്ത്, അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി, റിലേഷൻഷിപ്സ്. ഈ 3 മേഖലകളിലും എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതം കുറേ കൂടെ നമുക്ക് മനോഹരമാക്കാൻ സാധിക്കുക എന്നതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അറിവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത് തന്നെ. നന്ദി, നമസ്കാരം.